പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2-3 ദിവസക്കാലമായി റേഷൻ വിതരണത്തിന് ചില തടസ്സങ്ങൾ വന്നുപെട്ടത് നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ രാജ്യത്ത് EKYC അനുസൃതമായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് നിലപാടാണ് ഈ മുൻഗണനാ കാർഡുകാർ, അതിലെ അംഗങ്ങളും അവരെ സംബന്ധിച്ചുള്ള മസ്റ്ററിംഗ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. മഞ്ഞ AOY കാർഡുകാർ, പിങ്ക് PHH കാർഡുകാരിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ആരംഭിച്ചതിന് ശേഷമാണ് സംസ്ഥാനത്ത് റേഷൻ വിതരണം ഭാഗികമായി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിൻ്റെ നിരന്തരമായുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ട സാഹചര്യത്തിലാണ് കേരളത്തിലെ മുൻഗണനാ കാർഡുകളുടെ മസ്റ്ററിംഗ് ആരംഭിച്ചത്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയം ഡയറക്ടറുടെ 4 അർത്ഥ ഔദ്യോഗിക കത്തുകൾ ലഭിക്കുകയുണ്ടായി. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുന്നതിനും ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസിൽ സത്യവാങ്മൂലം നൽകുന്നതിനുമാണ് മേൽ വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്നാണ് കത്തുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. കേന്ദ്ര സർക്കാരിൻ്റെ മേൽ നിർദ്ദേശപ്രകാരം ഈ KYC ഇലക്ട്രോണിക് നോ യുവർ കസ്റ്റമർ അപ്ഡേഷന് ആവശ്യമായ പരിശീലനം ഫെബ്രുവരി 16-17 തീയതികളിൽ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിലെ IT ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകുകയുണ്ടായി. 16-17 തീയതികളിലെ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ഫെബ്രുവരി 19, 20, 21 തീയതികളിൽ സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾക്ക് പരിശീലനം നൽകുകയുണ്ടായി. ഞാനിത് കുറച്ച് വിശദമായി പറയേണ്ടത് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളിൻ്റെ വസ്തുത അറിയാൻ വേണ്ടിയാണ്. ഇതിന് ശേഷമാണ് റേഷൻ കടകളിലെ EPOS മെഷീനിലൂടെ സംസ്ഥാനത്തെ AOY PHH കാർഡ് അംഗങ്ങളുടെ ഈ KYC അപ്ഡേഷൻ ആരംഭിച്ചത്. 5/3/2024 വൈകുന്നേരം 7 മണി വരെ, ഇന്നലെ വരെ 13,92,423 പേര് അതിനകത്ത് പങ്കെടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരേ സമയം ഈ അപ്ഡേഷൻ്റെ പ്രവർത്തനവും റേഷൻ വിതരണവും നടത്തേണ്ടി വരുന്നത് കൊണ്ടാണ് ഭാഗികമായി തടസ്സങ്ങൾ ഉണ്ടായി എന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിൽ 2024 ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഒരു ദിവസം കൂടെ നമ്മൾ നീട്ടിക്കൊടുത്തു. അങ്ങനെയാണ് ഈ മാസം 1-ാം തീയതിയും കൂടെ അവസരം കൊടുത്തത്. സാധാരണ ഓരോ മാസത്തിലെ ശരാശരി എടുത്താൽ 82% വിതരണത്തിൻ്റെ ഒരു തോത്. എന്നാൽ ഫെബ്രുവരി മാസം വിതരണ തോത് 84%. അപ്പം കേരളത്തിൽ ഭക്ഷ്യധാന്യം ആർക്കും നിഷേധിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഞാൻ നിങ്ങൾക്ക് അറിവിലേക്ക് പറയുന്നത്. മാർച്ച് മാസത്തിലും EKYC അപ്ഡേഷനും റേഷൻ വിതരണവും ഒരുമിച്ച് നടത്തേണ്ടി വന്നതിനാൽ റേഷൻ വിതരണത്തിൽ വേഗതക്കുറവുണ്ടാവുകയും 7 ജില്ലകളിൽ രാവിലെയും 7 ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവും എന്ന തരത്തിൽ പ്രവർത്തനം ക്രമീകരിക്കുകയുണ്ടായി. ഞങ്ങൾ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ക്രമീകരണം വച്ചത്. എന്നാൽ ഇതിന് ശേഷവും ക്രമീകരണം വച്ചതിന് ശേഷവും ഇന്നലെ രാവിലെ സാങ്കേതിക തടസ്സം പൂർണ്ണമായും മാറാത്ത സാഹചര്യമാണ് കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ NIC, IT മിഷൻ, BSNL, മറ്റുന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഓൺലൈൻ യോഗം ഞാൻ വിളിച്ചു ചേർക്കുകയുണ്ടായി. പ്രസ്തുത യോഗ തീരുമാനപ്രകാരം സംസ്ഥാനത്ത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വേഗതക്കുറവ് ഒഴിവാക്കുന്നതിന് EKYC അപ്ഡേഷൻ 10/3/2024 വരെ നിർത്തിവെക്കാൻ തീരുമാനിച്ച കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ആ പ്രവർത്തനത്തിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ് പ്രസ് മീറ്റിംഗ് വിളിച്ച് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അതെന്ത് നിർത്തിവെച്ചെന്ന് വെച്ചാൽ നമുക്ക് ഈ രണ്ടും ഈ ഉച്ചവരെയും ഉച്ചയ്ക്ക് ശേഷവും ആയി ക്രമീകരിച്ചിട്ടും ഇതിന് തകരാറ് കണ്ടു ഇന്നലെ രാവിലെ. സാധാരണ വർക്ക് ലോഡിൻ്റെ ഫലമായിട്ടാണ് ഇതുണ്ടാകുന്നതെന്നാണ് സാങ്കേതിക ഉദ്യോഗസ്ഥരുടെ ചർച്ചയിൽ മനസ്സിലായത്. ഇപ്പോൾ വർക്ക് ലോഡ് കൂടുതലായതുകൊണ്ടാണ്
നമുക്ക് ഈ തകരാറ് സംഭവിക്കുന്നതെന്നാണ് കണ്ടതനുസരിച്ചാണ് ഉച്ചവരെയും ഉച്ചയ്ക്ക് ശേഷവും എന്ന നിലയിലേക്ക് ഇന്നലെ മുതൽ ക്രമീകരിച്ചത്. അപ്പോൾ ഇന്നലെ വീണ്ടും അത് കണ്ടപ്പോൾ അതുകൊണ്ട് മാത്രമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് 10-ാം തീയതി വരെ ഇന്ന് രാവിലെ മുതൽ 10-ാം തീയതി വരെ ആ പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടതില്ല, മസ്റ്ററിംഗ് തൽക്കാലം നിർത്തിവെക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തത്. ഇന്നിപ്പോൾ ഇതുവരെ 2,29,000 പേർ റേഷൻ കടയിലൂടെ അരി വാങ്ങിയതായിട്ടാണ് ഈ നിമിഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കുമ്പോൾ അറിയാം. അതാണ് ഇപ്പോഴത്തെ കണക്ക്, ഇന്ന് ഉച്ചവരെയുള്ള. 10/3/2024 മുമ്പായി പ്രസ്തുത സാങ്കേതിക തടസ്സം പരിഹരിക്കാമെന്നാണ് യോഗത്തിൽ പങ്കെടുത്ത ഏജൻസികളുടെ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും എന്നെ അറിയിച്ചത്. EKYC അപ്ഡേഷനിൽ നിന്ന് സംസ്ഥാനത്ത് മാറി നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളതിനാൽ, കാരണം അത് കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾ എത്ര തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരുപാട് സമ്മർദ്ദം നടത്തിയേ മതിയാവുന്നുള്ള നിർബന്ധ ബുദ്ധിയുമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അത്തരം ഒരു സാഹചര്യത്തിൽ മാർച്ച് 15, 16, 17 തീയതികളിൽ സംസ്ഥാനത്ത് റേഷൻ കടകൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രത്തിന് സമീപത്തുള്ള ഒരു പൊതു ഇടത്തിൽ വെച്ച്, ഇപ്പോൾ സ്കൂളോ അംഗനവാടിയോ സാംസ്കാരിക കേന്ദ്രം ഏതെങ്കിലും ലൈബ്രറിയോ, ആ കേന്ദ്രത്തിൽ വച്ച് 3 ദിവസക്കാലം EKYC അപ്ഡേഷൻ മാത്രമായി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ 3 ദിവസവും റേഷൻ വിതരണം, റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതല്ല. കാരണം പോസ്റ്റിലൂടെ മാത്രമേ ഇത് നമുക്ക് അപ്ഡേഷൻ നടത്താൻ കഴിയൂ. അപ്പോൾ 3 ദിവസക്കാലം 15, 16, 17 ഞങ്ങൾ കാണുന്നത്. 17 ഞായറാഴ്ചയാണ്. 15ഉം 16ഉം വിതരണം നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ ഈ റേഷൻ വിതരണം നിർത്തിയിട്ട് ഇതിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം കാരണം ഇന്ന് മുതൽ അതെല്ലാം ഈ സമയം ക്രമീകരിച്ചാൽ ഈ വിഷയം പരിഹരിക്കുമെന്നാണ് അവർ നമ്മളെ അറിയിച്ചത്. അത് കാണാത്ത സാഹചര്യത്തിലാണ് 10-ാം തീയതി വരെ ഇത് തൽക്കാലം നിർത്തിവെച്ചിട്ട് അതിൻ്റെ സാങ്കേതികമായ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി എന്താണോ അവരുടെ നിർദ്ദേശം അതുകൂടെ കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഉദ്ദേശിക്കുന്നത്. ബാക്കി പറയാം. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാത്ത സാഹചര്യത്തിൽ നമുക്ക് 3 ദിവസക്കാലം അവധി കൊടുത്തുകൊണ്ട് നമുക്ക് മസ്റ്ററിംഗ് നടത്താനുള്ള സൗകര്യം ഒരുക്കാനാണ് ഇപ്പോൾ ഗവൺമെൻറ് ആലോചിക്കുന്നത്. 10-ാം തീയതിക്കുള്ളിൽ ഇവരുടെ പരിശോധനയും ഇവരുടെ സാങ്കേതിക അറിവും കൈമാറുന്നതനുസരിച്ച് എന്ത് വേണമെന്ന് 15ഉം 16ഉം 17ഉം കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. കൂടാതെ EKYC അപ്ഡേഷൻ പൂർത്തിയാക്കാനുള്ള തീയതി വിവിധ കാരണങ്ങളാൽ നീട്ടിത്തരണമെന്ന് കത്ത് ഞാൻ കേന്ദ്രമന്ത്രിക്കും നമ്മുടെ വകുപ്പ് വഴി സെക്രട്ടറിക്കും കൊടുത്തിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാരണം നിങ്ങളെല്ലാം അറിയേണ്ടുന്നത്, കേരളത്തിന് ഇത് പറ്റിയ അന്തരീക്ഷമല്ല ഈ മാർച്ച് മാസം. കാരണം മാർച്ചിലാണ് എല്ലാ പരീക്ഷകളും. എല്ലാ കുഞ്ഞുങ്ങളും ഇതിൽ പങ്കെടുക്കേണ്ട അവസ്ഥ ഉള്ളത് നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് പല കുടുംബങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. 2, അതിതീവ്രമായിട്ടുള്ള ചൂടാണ് ഇപ്പോൾ ഇവിടെ. 3, മസ്റ്ററിംഗ് ജോലികൾ പൂർത്തീകരിക്കുന്ന പ്രത്യേകമായ തുക അനുവദിക്കണമെന്നുള്ള റേഷൻ കടക്കാരുടെ പുതിയ ഡിമാൻഡ്. പാർലമെൻറ്റ് ഇലക്ഷനുമായി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാകുന്ന അധിക ജോലി, അവരെല്ലാം ക്രമീകരണവും ബുദ്ധിമുട്ടും വരുന്ന ഒരു മാസമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നോയമ്പിൻ്റെ ദിവസം 11 കഴിയുമ്പോൾ അതും ആരംഭിക്കുകയാണ്. അതുകൊണ്ട് 2 മാസത്തേക്ക് മാറ്റി തരണമെന്നുള്ള ആവശ്യം ഈ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ രേഖാമൂലം കത്ത് കൊടുത്തിട്ടുണ്ട്. കത്തിന് അനുവാദവും അംഗീകാരവും കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് 15ഉം 16ഉം 17ഉം ഇപ്പോൾ ഞങ്ങൾ കാണുന്നത്. അനുവാദം കിട്ടണമെന്നുള്ള രീതിയിൽ നേരിട്ട് സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വകുപ്പ് സെക്രട്ടറി. അപ്ഡേഷൻ സമയബന്ധിതമായി പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, സബ്സിഡി ക്ലെയിം എന്നിവയെ ദോഷകരമായി ബാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിർബന്ധമായി നടത്തിയേ മതിയാവുന്നുള്ള വാശിയിലാണ് കേന്ദ്ര ഗവൺമെൻറ്. നമ്മൾ കാരണം അടുത്ത മാസം ഏപ്രിൽ മാസം ഭക്ഷ്യധാന്യം കിട്ടാത്തൊരു സ്ഥിതി ഉണ്ടായി എന്ന് നാളെ വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഒരേ സമയത്ത് തന്നെ ഞങ്ങളുടെ അഭിപ്രായം അവരെ അറിയിക്കുകയും അതേ സമയത്ത് പ്രോഗ്രാമിൽ സഹകരിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ EKYC അപ്ഡേഷൻ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിൽ ദുരൂഹതയുണ്ടോ എന്ന്
ചിലർ സംശയിച്ചാൽ അതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പലരും നമ്മളോട് പല രീതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് സംസ്ഥാനത്ത് റേഷൻ വിതരണം നടത്തുന്നത്. പ്രസ്തുത സംവിധാനത്തിലെ തകരാറുകൾ പരിഹരിച്ചാൽ മാത്രമേ റേഷൻ വിതരണവും EKYC അപ്ഡേഷനും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം 2-3 ദിവസത്തെ അവരുമായിട്ടുള്ള ചർച്ചകളിൽ ഇത്തരത്തിൽ പല പല നിർദ്ദേശങ്ങൾ പറഞ്ഞതിനനുസരിച്ച് നീങ്ങിയിട്ടും നമുക്ക് കൃത്യമായി ആ വിഷയം പരിഹരിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക. ഇത് ജനങ്ങൾ നന്നായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. തെറ്റിദ്ധാരണ രീതിയിലേക്ക് മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നുപോയാൽ അത് ജനങ്ങളെ ആകെ പരിഭ്രാന്തരാക്കുന്ന അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാനിത് ഒരു പ്രസ് മീറ്റിങ്ങിലൂടെ നിങ്ങളിലൂടെ അറിയിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. രണ്ടാമതൊരു വിഷയം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ, സപ്ലൈകോയെ സംബന്ധിച്ച് പല വാർത്താമാധ്യമങ്ങളിലും നിറഞ്ഞു നിന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മളെല്ലാം അറിയേണ്ടുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട്. കുറച്ചേറെ സാമ്പത്തിക പ്രതിസന്ധിയാണ് സപ്ലൈകോയുടെ പ്രവർത്തനങ്ങളിൽ വല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. എങ്കിലും അത് മാറ്റിയെടുക്കാനുള്ള നല്ല പരിശ്രമത്തിലാണ് ഗവൺമെൻറ്. അതുകൊണ്ട് അതിനനുസരിച്ച് ഘട്ടം ഘട്ടമായി വളരെ വേഗത്തിൽ തന്നെ സപ്ലൈകോയിൽ സാധനങ്ങൾ വന്നു തുടങ്ങാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസം നടത്തിയ ടെൻഡറിൽ ചെറുപയർ, ഉഴുന്ന്, വറ്റൽമുളക് എന്നിവ വാങ്ങുന്നതിനുള്ള ഓർഡർ നൽകുകയുണ്ടായി. ചെറുപയർ 600 മെട്രിക് ടൺ, ഉഴുന്ന് 600 മെട്രിക് ടൺ, വറ്റൽമുളക് 150 മെട്രിക് ടൺ. ചെറുപയർ രാജസ്ഥാനിൽ നിന്നും, ഉഴുന്ന് തമിഴ്നാട്ടിൽ നിന്നും, മുളക് ആന്ധ്രയിലെ ഗുണ്ടൂരിൽ നിന്നുമാണ് വരുന്നത്. ഓർഡർ നൽകിയ എല്ലാ സാധനങ്ങളും ഗോഡൌണുകളിൽ നിന്നും വിതരണത്തിനായി വന്നുകൊണ്ടിരിക്കുകയാണ്. സപ്ലൈകോയുടെ ഗോഡൌണുകളിലേക്ക് നാളെ മുതൽ ഇവ എത്തിച്ചേരുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അടുത്ത ആഴ്ചയോടുകൂടി എല്ലാ വിൽപ്പനശാലയിലും സബ്സിഡി സാധനങ്ങൾ വരാനുള്ള നടപടികളാണ് ഞങ്ങൾ നീക്കിയിട്ടുള്ളത്. കാരണം പല മാധ്യമങ്ങളും പല രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് വല്ലാതെ ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ് ഞാനിത് വസ്തുതാപരമായി കൃത്യമായിട്ടുള്ള കണക്ക് പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ നാട്ടിൽ അരിയുടെ ലഭ്യത. നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ മാധ്യമങ്ങളിലൂടെ പറഞ്ഞതാണ്. നമ്മുടെ സംസ്ഥാനം 15% മാത്രമാണ് അരി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ മഹാഭൂരിഭാഗവും നമുക്ക് FCIയോ മറ്റ് സ്റ്റേറ്റുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. FCIയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു സൗകര്യമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത്. നമ്മൾ അവിടുന്ന് ലേലത്തിൽ OMS സ്കീം അനുസരിച്ച് എടുക്കുന്നത് നമുക്കിപ്പോൾ എടുക്കാൻ കഴിയാത്ത സ്ഥിതിയായി. എന്നാൽ ആ FCI നമ്മളെല്ലാവരും ഒരുപോലെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ലഭിച്ചിരുന്ന അരി വളരെ വില കുറച്ചാണ്. ഇപ്പോൾ ഭാരത് അരിയായി 29 രൂപയ്ക്ക് മാർക്കറ്റ് വന്നിരിക്കുന്ന അരി നാഫെഡിനും NCCFനും 18 രൂപ 59 പൈസയ്ക്കാണ് കൊടുക്കുന്നത്. 10 രൂപ 41 പൈസയുടെ ലാഭത്തിലാണ് ഈ സ്ഥാപനങ്ങൾ ഭാരത് അരിയായി പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത്. റേഷൻ കടകളിലൂടെ നമുക്ക് ലഭിക്കുന്ന അരിയാണ്. അതേ അരി നമ്മൾ ലേലത്തിലെടുത്ത് സപ്ലൈകോ വഴി വില കുറച്ച് കൊടുക്കുന്ന ഒരു സംവിധാനം ജനങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു. എന്നാൽ അത് നഷ്ടപ്പെടുത്തിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തേക്കുന്നത് നാഫെഡ്, NCCF ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലൂടെ 18 രൂപ 59 പൈസയ്ക്ക് കൊടുത്ത് അവരത് മാർക്കറ്റിൽ എത്തിക്കുന്നത് 29 രൂപയ്ക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ഏറ്റവും വലിയ പ്രതിബന്ധം. അതിനിടയിലാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ കഴിയുന്ന തരത്തിലുള്ള ഭക്ഷ്യധാന്യ വിതരണത്തിലെ ഇടപെടൽ. നമ്മളെല്ലാം അറിയേണ്ടത്, കേരളത്തിലെ റേഷൻ കടകളിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 84% പേര് വാങ്ങിയ കാര്യം പറഞ്ഞു. അപ്പോൾ ആ 16% സേവിങ്സ് ആവുകയാണ്. ചിലപ്പോൾ 12 ആയിരിക്കും, ചിലപ്പോൾ 16 ആയിരിക്കും, ചിലപ്പോൾ 17 ആയിരിക്കും, പല രൂപത്തിൽ ഒരു മാസത്തെ. അപ്പോൾ ഒരു വർഷത്തെ നമുക്ക് അനുവദിച്ച ക്വാണ്ടിറ്റി
12 മാസങ്ങളായി വിഭജിച്ച് അതിൽ ഓരോ മാസത്തെയും ആ ക്വാണ്ടിറ്റിയാണ് നമുക്ക് വിതരണം ചെയ്യാൻ അനുവാദം നൽകുന്നത്. ഇങ്ങനെ വരുന്ന സേവിങ്സ് അടുത്ത മാസങ്ങളിലോ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഉത്സവ നാളുകളായിട്ടുള്ള ക്രിസ്മസ്, ഓണം, ബക്രീദ്, റംസാൻ ഇതൊക്കെ വരുന്നത് കണക്കിലെടുത്തുകൊണ്ട് അതേ കാർഡുകാർക്ക് അതേ നിരക്കിൽ കൊടുക്കാനുള്ള അനുവാദം ക്രമീകരിച്ചു കൊടുക്കാൻ, അല്ല പുതുതായിട്ട് 1 കിലോ അനുവദിക്കാത്ത സാഹചര്യത്തിൽ ക്രമീകരിച്ചു കൊടുക്കാനാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. അങ്ങനെ കിട്ടിയിരുന്നെങ്കിലോ 4 രൂപ നിരക്കിലും 10 രൂപ 90 പൈസ നിരക്കിലും കേരളത്തിൽ കാർഡുടമകൾക്ക്, കുടുംബങ്ങൾക്ക് അരി ലഭ്യമാക്കാൻ കഴിയുമായിരുന്നു. അപ്പം ഗവൺമെൻറ്റിനെ ആ രീതിയിൽ സഹായിക്കുന്നതിന് പകരം വല്ലാത്ത പ്രയാസമാണ് നമുക്ക് ഇതിലുണ്ടാക്കിയിട്ടുള്ളത്. അതിനിടയിലും കേരളത്തിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ 10 കിലോ അരി നമുക്ക് പ്രതിമാസം 3 ഇനങ്ങളിൽ ഏതെങ്കിലും 2 ഇനം വാങ്ങാൻ കഴിയുന്ന ഒരു സൗകര്യമാണ് നമ്മൾ ഒരുക്കിയത്. ഇപ്പോൾ 2 മാസം കൊണ്ട് നമുക്കത് കൊടുക്കാൻ കഴിയുന്നില്ല. വീണ്ടും ആ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ആ സൗകര്യം കൊണ്ടുവരാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അത് ശബരി കെ റൈസ് എന്ന പേരിൽ പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഇനം അരി ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി സപ്ലൈകോ മുഖേന ശബരി കെ റൈസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ചെയ്യുവാൻ തീരുമാനിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുക. സപ്ലൈകോ സബ്സിഡിയായി കാർഡൊന്നിന് നൽകി വന്നിരുന്ന 10 കിലോ അരിയുടെ ഭാഗമായിട്ടാണ്, അല്ല അതിന് പുറത്തല്ല, അതിനുള്ളിലാണ് ശബരി കെ റൈസ് എന്ന പേരിൽ വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ശബരി കെ റൈസിൻ്റെ വില ചുവടെ ചേർക്കുന്ന രീതിയാണ്. ജയ അരി 29 രൂപ നിരക്കിലും, കുറുവ ശബരി കെ റൈസ് അരി 30 രൂപ നിരക്കിലും, മട്ട ശബരി കെ റൈസ് എന്നുള്ള പേരുള്ള അരി 30 രൂപ നിരക്കിലും, അങ്ങനെ ഈ 2 നിരക്കിലാണ് 29, 30 രൂപ നിരക്കിലാണ് ഈ അരി 5 കിലോ പാക്കറ്റാക്കി വിതരണം ചെയ്യുന്നത്. ഇത് വ്യക്തമായി ഞാൻ പറയുന്നത്, നമ്മൾ ഭക്ഷണത്തിന്, ഉച്ചഭക്ഷണത്തിന് മിക്കവാറും വീടുകളിൽ ഉപയോഗിക്കുന്നത് CMR ആണ്, നമ്മളെ ചമ്പാവരിയാണ്. അതുപോലെ വടക്കൻ മലബാർ പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നത് വെള്ള, അതുപോലെ തന്നെ മട്ടയിൽ വെള്ളയാണ്. അതാണ് ജയ എന്ന് പറഞ്ഞ് നമ്മൾ. അപ്പം ഈ ഭക്ഷണത്തിനുള്ള അരിയാണ് നമ്മൾ ഈ വിലയ്ക്ക് കൊടുക്കുന്നത്. റേഷൻ കടയിലൂടെ കിട്ടുന്ന പച്ചരി നമ്മൾ രാവിലത്തെ പ്രഭാത ഭക്ഷണവുമായി ബന്ധപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. അതല്ല, ഇത് നമ്മൾ ഉച്ചഭക്ഷണത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഗുണകരമാകുന്ന അവസ്ഥയിൽ പ്രതിമാസം 5 കിലോ എന്ന തോതിൽ ഈ അരി ആദ്യഘട്ടത്തിൽ മാർക്കറ്റിലേക്ക് വരികയാണ്. തുടർന്ന് 5 കിലോ മറ്റിനം അരി സപ്ലൈകോ ഔട്ട്ലെറ്റിൽ ലഭ്യമാക്കാനുള്ള നടപടിയിലാണ്. വ്യക്തമായി ഞാൻ പറഞ്ഞത്, 10 കിലോ സപ്ലൈകോയിലൂടെ നമ്മൾ സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കുന്നു. അതിൽ 5 കിലോ ഈ ഉച്ചഭക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിയായ ശബരി കെ റൈസ് ജയ, ശബരി കെ റൈസ് കുറുവ, ശബരി കെ റൈസ് മട്ട, ഈ ഇനത്തിൽപ്പെട്ട അരി 5 കിലോ പാക്കറ്റ് കൊടുക്കും. 5 കിലോ പച്ചരി നേരത്തെ ഉണ്ടായിരുന്ന 26 രൂപ നിരക്കിലുള്ള അരി അത് നമുക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. തിരുവനന്തപുരം മേഖലയിൽ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളാണ് മേഖലയായിട്ട് നമ്മൾ കാണുന്നത്. ജയ അരി മേഖലയിൽ ജയ അരി, കോട്ടയം, എറണാകുളം മേഖലകൾ മട്ട അരി, പാലക്കാട്, കോഴിക്കോട് മേഖലയിൽ കുറുവ അരി. ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഇതിന് പുറമെ നിങ്ങളെല്ലാം അറിയേണ്ടുന്നത്, കേന്ദ്ര ഗവൺമെൻറ് എന്ത് നിലപാട് സ്വീകരിച്ചാലും അത് നേരിടാമെന്നുള്ള നിലയിൽ തന്നെ മഞ്ഞ കാർഡ്, നീല കാർഡുകാർക്ക് 4 കിലോയും വെള്ള കാർഡുകാർക്ക് 5 കിലോയും അരി നമുക്ക് റേഷൻ കടകളിലൂടെ 10 രൂപ 90 പൈസയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഫലത്തിൽ ഒരു സാധാരണ കുടുംബത്തിന് പുറത്ത് മാർക്കറ്റിൽ പോകാതെ അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള അരി ലഭ്യമാക്കാൻ ഗവൺമെൻറ് 2 കേന്ദ്രങ്ങളിലൂടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. മൾട്ടിനാഷണൽ കമ്പനികളുമായി വിപണിയിൽ മത്സരിക്കുന്ന സ്ഥാപനമാണ് സപ്ലൈകോ. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് ഇമേജ് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അത് എൻ്റെ മാത്രം കടമയാണെന്ന് നിങ്ങൾ കണ്ടുകളയരുത്. നിങ്ങളും സമൂഹത്തിൽ അതിൻ്റെ ഒരു ഭാഗമായി മാറണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സബ്സിഡി സാധനങ്ങളില്ല എന്ന മാധ്യമ വാർത്തകളെ തുടർന്ന് സപ്ലൈകോ വിൽപ്പനശാലകൾ സന്ദർശിക്കുന്ന ഉപഭോക്താക്കളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്.
അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ആളുകൾക്ക് 45 ലക്ഷത്തിലധികം ആളുകൾ ആശ്രയിക്കുന്ന കേന്ദ്രമായി ഓരോ മാസവും അങ്ങനെ ആശ്രയിക്കുന്ന കേന്ദ്രമായി സപ്ലൈകോ മാറിയതാണ്. നമുക്ക് അതിലേക്കും അതിനേക്കാൾ കൂടുതലായിട്ടും കൊണ്ടുവരണം. അതുകൊണ്ട് ബ്രാൻഡ് ഇമേജിന് ദോഷം വരാത്ത തരത്തിൽ ആ സ്ഥാപനത്തെ സഹായിക്കാൻ കഴിയുന്ന എല്ലാ ഇടപെടലും മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ചില കേന്ദ്രങ്ങളിൽ എങ്ങനെയോ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണെന്നറിയില്ല, ഞങ്ങൾ ഉദ്ദേശിച്ചത് ആദ്യഘട്ടത്തിൽ ഒരു ക്യാരി ബാഗിലൂടെ ഇത് കൊടുക്കാൻ പറ്റും. അതിനനുസരിച്ച് അതിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന രീതി എന്താ? ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന രീതി ബാഗ് കൊണ്ടുവരുന്നതനുസരിച്ച് വാങ്ങിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ്. എന്നാൽ സപ്ലൈകോയുടെ ആ നല്ല പേര് കൂടുതൽ പ്രചാരം കിട്ടാൻ കഴിയുന്ന അവസ്ഥയിൽ സപ്ലൈകോ പരസ്യം കൊടുക്കുന്ന തുകയിൽ നിന്ന് ക്യാരി ബാഗിന് ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്തണമെന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. ആ ഇനത്തിൽ വരുമ്പോൾ അവർ പറഞ്ഞത് 13-14 രൂപയോളം വില പരമാവധി വരാൻ സാധ്യതയുണ്ടെന്നാണ്. അത് ആദ്യത്തെ ഘട്ടത്തിൽ ഒരു മാസക്കാലത്തെ വിതരണത്തിന് വേണ്ടുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള സഞ്ചി അല്ലാതെ അതിൻ്റെ പുറകിൽ കൂടുതൽ സഞ്ചി വാങ്ങിക്കാൻ അതൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടല്ല ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ആ രീതിയിൽ ആദ്യത്തെ കുറച്ച് നാളത്തെ പബ്ലിസിറ്റിക്ക് വേണ്ടി ക്യാരി ബാഗ് തുണി സഞ്ചി ഉറപ്പാക്കുകയാണ്. അത് കഴിഞ്ഞാൽ പഴയ സിസ്റ്റത്തിലേക്ക് തന്നെ സപ്ലൈകോയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ എങ്ങനെയാണോ ആ നിലയിൽ തന്നെ തുടരും. മാർക്കറ്റിൽ 47 രൂപ വിലയുള്ള അരിയാണ് നമ്മൾ ഈ ആളുകൾക്ക് ഇത്തരത്തിൽ സബ്സിഡൈസ് റേറ്റിലേക്ക് കൊടുക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നത്. നമ്മൾ തന്നെ മട്ടയരി വാങ്ങുന്നത് 39.85 പൈസ മുതൽ 40 രൂപ 30 പൈസ വരെ വിലയ്ക്കുള്ളതാണ്. അതാണ് നമ്മൾ 30 രൂപയ്ക്ക് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 9 രൂപ 85 പൈസ മുതൽ 10 രൂപ 30 പൈസ വരെ വിലക്കുറവ് ഈ വാങ്ങൽ വിലയിൽ തന്നെ കുറവുണ്ട്. മാർക്കറ്റ് വില 46-47 അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആളുകൾക്ക് വലിയ സഹായകരമാകുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മട്ടയരിയുടെ വില എടുത്ത് നോക്കുമ്പോഴും 30 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നെങ്കിലും അതിലും ഈ പറഞ്ഞ വിലയുടെ വ്യത്യാസം ഉണ്ടാവും. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായി ഞാൻ പറഞ്ഞത്. ഇത് കൂടുതൽ വിശദമായിട്ടുള്ളൊരു നോട്ട് നിങ്ങൾക്ക് തരും. ഞാൻ എന്ത് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇതെല്ലാം തന്നെ നമുക്ക് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയേണ്ട വിഷയമായതുകൊണ്ടാണ്. കാരണം ഇത് കൺഫ്യൂഷൻ ഉണ്ടായി ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. മറ്റൊന്ന്, നാളെ റേഷൻ വ്യാപാരികളുടെ പണിമുടക്കാണ്. റേഷൻ വ്യാപാരി പണിമുടക്ക് നിന്ന് പിന്മാറണമെന്ന് 29-ാം തീയതി ഞാൻ റേഷൻ വ്യാപാരികളുമായി ചർച്ച നടത്തി. ഇന്നിപ്പോൾ ഒരു മാധ്യമത്തിൽ ഞാൻ കണ്ടത്, അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടത്, ഞാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക. ഇതാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള സമരമാണെന്നാണ് ഒരു മുഖ്യധാരാ പത്രത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ കൊടുത്തേക്കുന്നത് വായിക്കാനിടയായത്. എനിക്ക് തന്ന നിവേദനത്തിൽ, ഒറിജിനൽ നിവേദനത്തിൽ 1 റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക, 2 KTPDS ആക്ട് കാലോചിതമായി മാറ്റം വരുത്തുക, 3 റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി പരിഷ്കരിക്കുക. ഈ 3 ഡിമാൻഡ് വെച്ചുകൊണ്ടുള്ള ഒരു സമരത്തിനാണ് അവർ വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അവരെ ഞാൻ വിളിച്ച് ചർച്ച ചെയ്തു. ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇന്നത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാം അവർക്ക് ഉറപ്പ് കൊടുക്കുകയുണ്ടായി. ഇതിൽ പല കാര്യങ്ങളും മുൻ ഗവൺമെൻറ്റുകളുടെ കാലത്ത് തീരുമാനിച്ചതാണ്. എങ്കിലും ഒരു ഗവൺമെൻറ് തുടർച്ചയായതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അവരുടെ വിഷയങ്ങൾക്ക് അനുഭാവപൂർണ്ണമായ പരിഗണന നൽകാൻ എന്ന് അവരോട് പറയുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് അത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യം കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചതിലൂടെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു സമരത്തിലേക്ക് പോകേണ്ടുന്നതാണോ അവരുടെ നിലപാട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയല്ല അവർ സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചാണ് നാളെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട്
ഒരു ഗവൺമെൻറ്റിന് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും, കാരണം ഞാനതിൻ്റെ ഒരു തർക്കത്തിലേക്ക് പോകുന്നില്ല, അവർക്ക് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച കമ്മീഷൻ, കേരളം കൊടുക്കുന്ന കമ്മീഷൻ, ഇതെല്ലാം പല ഘട്ടങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. വളരെ കാലോചിതമായ പരിഷ്കരിച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള സംരക്ഷണ നടപടികളാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരു സമരമാർഗത്തിലേക്ക് ലൈസൻസുകൾ പോകരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പ്രധാനപ്പെട്ട സംഘടനകൾ അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഗവൺമെൻറ്റുമായി സഹകരിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ തടസ്സമുണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, നവകേരള സദസ്സിൽ നമുക്ക് 19,279 അപേക്ഷയാണ് ലഭിച്ചത്. അതിൽ 18,712 എന്ന് പറയാൻ 97.5% അപേക്ഷകൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പ്രോസസ്സിങ്ങിലായിട്ട് ചിലതെല്ലാം തന്നെ സിവിൽ സപ്ലൈസ് വകുപ്പുമായി വന്ന അപേക്ഷകൾ, പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങാൻ വേണ്ടി പുതിയ റേഷൻ കാർഡ് അനുവദിക്കുന്നുള്ള അപേക്ഷ, അത്തരം അപേക്ഷകൾ നടപടിയിലേക്ക് ഉടൻ തീരുമാനമെടുക്കാൻ പറ്റില്ല. എന്നാൽ റേഷൻ കാർഡ് കൺവെർട്ട് ചെയ്യേണ്ട വിഷയം, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ, അതെല്ലാം തന്നെ വളരെ സമയബന്ധിതമായി പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് പൊതുവിൽ മാധ്യമ സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കാനുള്ളത്. ഇത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. 12-ാം തീയതി തലസ്ഥാനത്ത് വെച്ച് വിതരണം തുടങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കടകളിലേക്ക് ഗോഡൗണുകളിലേക്ക് അരി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഘട്ടം ഘട്ടമായി എത്രയും വേഗത്തിൽ എല്ലാ ഉൽപ്പന്നങ്ങളും എത്തിക്കാനാണ്. അതാണ് 4 ഉൽപ്പന്നങ്ങളെ ടെൻഡർ നടപടി പൂർത്തിയായ കാര്യം സൂചിപ്പിച്ചത്. അഞ്ച് കിലോ പാക്കറ്റാണ് ഈ നമ്മൾ 4 അരികളിൽ നിന്ന് 2 അരി 10 കിലോ വാങ്ങിക്കാനാണ് നമ്മൾ ആ സൗകര്യം കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നേരത്തെ ഇറങ്ങി ഓർഡറിലുണ്ട്. അതിൽ ഇത് നമുക്ക് ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന അരിയാണ്. മേഖലയിൽ 2 ആകുന്നേ ഉള്ളൂ. എന്നാൽ അത് 5 കിലോ വീതവും 5 കിലോ തുടർന്ന് വരുന്ന അരി അവർക്ക് വാങ്ങിക്കാം. റേഷൻ കടയിൽ അത് പച്ചരിയായിട്ടും അതിന് 26 രൂപ വിലയുള്ളൂ. നമ്മൾ വില ഫിക്സ് ചെയ്തിരിക്കുന്ന മുമ്പ് 23 ആയിരുന്നു, ഇപ്പം പരിഷ്കരിച്ചപ്പോൾ 26 ആണ്. അരി വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഔട്ട്ലെറ്റുകളിലേക്ക് 2 ദിവസം കൊണ്ട് പൂർണ്ണമാവും. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ വില അടക്കം പറഞ്ഞില്ലേ, കേട്ടില്ലേ? അത് 39 39.85 മുതൽ 40-30 വരെ. ഇല്ല, ഇത് നമ്മൾ ടെൻഡർ പ്രോസസ്സിങ് നടപടികളിലൂടെ തന്നെയാണ് ഇത് വാങ്ങുന്നത്. സംസ്ഥാന സർക്കാർ നിലയ്ക്ക് ആന്ധ്രയിലെ തെലുങ്കാനയിട്ട് സംസാരിക്കും, പക്ഷേ ഇതിനേക്കാൾ വില കൂടുതലാണ്. പിന്നെ ടെൻഡറിലേക്ക് പോയി, ടെൻഡറുമായി താരതമ്യപ്പെടുത്തിയപ്പോൾ വില കുറവുള്ളത് ടെൻഡറിലാണ്. ആ ക്വാളിറ്റി ഉറപ്പുവരുത്തി അഷുർ ചെയ്തുകൊണ്ട് വാങ്ങിക്കാൻ പാടും. ഇത് നമുക്ക് കേരളത്തിലെ ഒരു MSME അല്ലേ, റെയ്ഡ്കോ അല്ലേ, സഹകരണ സ്ഥാപനമാണ്. ഇതിൽ ഒരു ടെൻഡറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഭൂരിഭാഗം അരി ഉൽപ്പന്നവും തരുന്നതിൽ അവരാണ് വന്നിട്ടുള്ളത്. അല്ല, 10 കിലോ സബ്സിഡൈസ് റേറ്റിൽ ഉപഭോക്താക്കൾക്ക് ഒരു കാർഡിന് വാങ്ങിക്കാനുള്ള അവസരമാണ് കൊടുക്കുന്നത്. അത് 4 അരിയിൽ 2 ഏതെങ്കിലും 2 അല്ലെങ്കിൽ 3 ആയിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം. അങ്ങനെയാണ് ഈ സൗകര്യം നിലവിലുണ്ടായിരുന്നത്. അതിൽ 5 കിലോ ശബരി കെയറൈസ് എന്ന പേരിലേക്ക് കൊടുക്കുകയാണ്. 5 കിലോ മറ്റ് അരികളായിട്ട് അവർക്ക് വാങ്ങിക്കാൻ അരി എത്തിക്കാനുള്ള നടപടികളാണ്. അത് സപ്ലൈകോയുടെ എല്ലാ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വരുന്ന മുറയ്ക്ക് മറ്റു ഉൽപ്പന്നങ്ങളുടെ ഭാഗമായിട്ട് വരും. ഇല്ലില്ല, ഞാൻ പറഞ്ഞില്ലേ, 4 ഉൽപ്പന്നം ടെൻഡറിൻ്റെ കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. അടുത്ത ആഴ്ചയോട് എല്ലാ ഉൽപ്പന്നങ്ങളും വരാനുള്ള ശ്രമത്തിലാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും വരും. അത് കാരണം നമ്മൾ ഇവിടെ തെക്കൻ കേരളത്തിൽ ഭക്ഷണം കഴിക്കുന്നവർ കൂടുതൽ ഉപയോഗിക്കുന്നത് ചമ്പാവരിയാണ്. അങ്ങനെയല്ലേ പറയുന്നത്? ഞങ്ങളെ വീട്ടിൻ്റെ അവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ചുവന്ന നെല്ലരി, നമ്മളെ നെല്ലിൻ്റെ കുത്തിയെടുക്കുന്ന അരിയാണ് ചുവപ്പ് നിറത്തിലുള്ള, നമ്മൾ ചമ്പാവരി ചോറെന്ന് പറയുമല്ലോ. എന്നാൽ മലബാറിലെത്തുമ്പോൾ അവർക്ക് ഇത് ഇഷ്ടമല്ല, വെള്ളയാണ് ഇഷ്ടമുള്ളത്. അരി വെള്ളയാണ് മലബാറിൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ആ മേഖല തിരിച്ച് വെച്ചിട്ടുള്ളത്. എന്നാൽ മധ്യ തിരുവിതാംകൂറിൽ എടുത്തുമ്പോൾ 2 ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ 2 പാക്കറ്റ് മധ്യ തിരുവിതാംകൂറിൽ ലഭ്യമാക്കും. അതിലേത് വേണോ വാങ്ങിക്കാം, അവർക്ക് ചൂസ് ചെയ്യാം. കൂടുതലും ചുവപ്പ് അരി ഉപയോഗിക്കുന്നവർ ചുവപ്പ് എടുക്കും. മറ്റൊരു 2 ഐറ്റവും നമ്മൾ കടകളിൽ
ചൂസ് ചെയ്യാൻ വേണ്ടി എത്തിക്കും. അത് ഏത് വേണോ അവർക്ക് എടുക്കാം. ഫെബ്രുവരി മാസം അയച്ച കത്താണ്. ഫെബ്രുവരിയാണ് നമ്മൾ 2-3 യോഗങ്ങൾ കൂടിയത്. നമ്മൾ കത്ത് അങ്ങോട്ട് അയച്ചത് 16/1 ആദ്യത്തെ കത്ത് വന്നത്. മാർച്ച് മാസം 31 ഇത് പൂർത്തിയാക്കണമെന്നുള്ള കത്ത് ആദ്യം വന്നത് ജനുവരി മാസം 16 അതിൻ്റെ ട്രെയിനിങ് നടത്തി ഫെബ്രുവരി നടത്തി. ഞാൻ ഡേറ്റൊക്കെ വെച്ച് പറഞ്ഞില്ലേ. നമ്മളെപ്പോലത്തെ പ്രശ്നം അവിടെ ഇല്ലല്ലോ. നമ്മൾ റേഷൻ വിതരണത്തിൽ നമുക്കുള്ള വിഷയങ്ങൾ അവിടെ ഇല്ലല്ലോ. അവർക്ക് ഇത്തരം ആളുകൾ ഇപ്പം നമ്മളെ ഇവിടുത്തെ പോലത്തെ പലവിധ പ്രശ്നങ്ങളും മറ്റ് സ്ഥലങ്ങളിൽ അനുഭവിക്കും. അവിടെ എന്ത് നടക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ പൂർത്തിയാകാൻ അറിഞ്ഞില്ല. നമുക്കുള്ള വിഷമം ഈ മാർച്ച് മാസം ഒന്ന് മാറ്റിയിട്ട് മെയ് മാസം അല്ലെങ്കിൽ ജൂൺ മാസം ആക്കിയാലും കുഴപ്പമില്ല. ഇപ്പം നമുക്ക് 2-3 തടസ്സങ്ങളാണ്. ഒന്ന് വല്ലാത്ത ചൂടാണ്. 2 സ്കൂൾ കുട്ടികളെല്ലാം ഏതെങ്കിലും വീട്ടുകളിൽ കുട്ടികളില്ലാത്ത വീടില്ലല്ലോ, പരീക്ഷ എഴുതാത്ത. അത് തടസ്സങ്ങളാണ്. ഇങ്ങനെ മേജർ പോർഷൻ വരുന്ന ആളുകളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് നമുക്ക് പിന്നെ മറ്റൊന്ന്, ഏത് സ്റ്റേറ്റിനേക്കാളും ഇത് പ്യൂരിഫൈ ചെയ്ത ഒരു സ്റ്റേറ്റ് കേരളമാണ്. ഇതിവിടെ കഴിഞ്ഞ 2.5 വർഷത്തിനുള്ളിൽ നമുക്ക് 4.5 ലക്ഷം കാർഡ് മാറ്റി കൊടുക്കാൻ പറ്റി. അപ്പോൾ അത് ഇത്തരം അനർഹമായി വെച്ചിരുന്ന കാർഡാണല്ലോ നമ്മൾ തിരിച്ചെടുത്ത് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കള്ളത്തരമാണ്, കുഴപ്പമാണെന്നുള്ള രീതിയിലേക്ക് പ്രചരിപ്പിക്കാൻ അതിന് നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല. എന്തായാലും അത് നടത്തണം. ഈ സമയം അതിന് പറ്റുന്ന സമയമല്ലെന്നുള്ള ശ്രദ്ധയപ്പെടുത്തുക. കഴിഞ്ഞ 2-3 മാസക്കാലം അതില്ലായിരുന്നു. ഇപ്പോഴും ഇത് തുടങ്ങിയപ്പോൾ ദിവസം മാത്രമേ വന്നുള്ളൂ. ഇന്ന് രാവിലെ മുതൽ ആ പരാതി വരുന്ന ഒരവസ്ഥ ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ ഞാൻ നിർദ്ദേശം കൊടുത്തു, ഇന്ന് മുതൽ ഈ അപ്ഡേഷൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടതില്ല. അതാണ് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കുന്നത്. നാളെ റെഗുലറായിട്ടുള്ള ഇന്ന് മുതൽ ഇന്നും നാളെയും മറ്റന്നാളും നമ്മൾ ടൈം ടേബിൾ ഒരു ഉച്ചവരെയും ഉച്ചയ്ക്ക് ശേഷവും നിശ്ചയിച്ച് കൊടുത്തത് ഒഴിവാക്കുന്ന അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ്. അതല്ലെന്നാണ് അവർ പറഞ്ഞത്. ഇന്നലത്തെ യോഗത്തിൽ നമ്മുടെ IT മിഷൻ്റെ ഉദ്യോഗസ്ഥരും BSNL ഉദ്യോഗസ്ഥരും NIC ഹൈദരാബാദും എല്ലാം പങ്കെടുത്തു. അപ്പോൾ അതല്ലെന്നാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ തീർത്തും പറയുന്നത്. അതുകൊണ്ടാണ് 10 തീയതി വരെ അവർക്ക് ഈ വിവിധ ഏജൻസികൾക്ക് ഇതിൻ്റെ പോരായ്മ എന്തെന്ന് കണ്ടെത്താൻ വേണ്ടി അവർ കണ്ടെത്തി അറിയിക്കാൻ പറഞ്ഞത്. 10 വരെ നമുക്ക് ഇത് വേണ്ടെന്ന് തീരുമാനിച്ചു. 15, 16, 17 ഒരു ഡേറ്റ് ഇപ്പോഴേ നിശ്ചയിച്ച് ജനങ്ങളെ അറിയിക്കുന്നത് അവർ സഹകരിക്കാൻ കഴിയുന്നത്ര ആൾ സഹകരിക്കുക. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് 2 മാസം ഒഴിവ് തരാൻ വേണ്ടി കത്തും കൊടുത്തിട്ടുണ്ട്. അല്ല, ഇടയ്ക്ക് ഒരു 3-4 മാസക്കാലം ഒരു കംപ്ലൈൻറ്റും വന്നില്ല. അന്ന് ലോഡ് കൂടുതൽ വന്നു. കാരണം എന്താണ്, മാർച്ച് മാസം ഈ നമ്മുടെ അക്ഷയ കേന്ദ്രത്തിലൂടെ തൊഴിലുറപ്പ് പദ്ധതിക്കാരെല്ലാം തന്നെ മസ്റ്ററിങ്ങിന് വന്നവല്ലോ. അത് വന്നപ്പോഴാണല്ലോ ഈ തിരക്ക് കൂടിയ സമയത്താണ് അന്ന് അങ്ങനെ ഉണ്ടായത്. നമുക്ക് ലോഡ് കൂടുതലാകുമ്പോൾ ഇത് സംഭവിക്കുന്നതാണ് നമുക്ക് തന്നിട്ടുള്ള മറുപടി. അങ്ങനെയാണ് നമ്മൾ അന്നും ഏകദേശം ഒരു 15 ദിവസക്കാലം പകുതി ജില്ലകളിൽ ടൈം മാറ്റി കൊടുത്തത്, സമയം ക്രമീകരിച്ച് കൊടുത്തത്. അപ്പം പ്രശ്നമുണ്ടായില്ല. എന്തായാലും ഇതൊരു സാങ്കേതിക പ്രശ്നമായതുകൊണ്ട് നമുക്ക് അവർ തരുന്ന ഉപദേശം മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ഇതാണ് അവസ്ഥ. അതിന് തടസ്സങ്ങളൊന്നുമില്ല. അത് ഞാൻ ഇന്ന് ഒരു മാധ്യമത്തിൽ കണ്ടപ്പോൾ തന്നെ അതിനെ സംബന്ധിച്ച് ഞാൻ തിരക്കി. അതിനെ സംബന്ധിച്ച് POS മെഷീൻ AMC പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും POSുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ കൊണ്ട് റേഷൻ വിതരണം മുടങ്ങില്ല എന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ട്. ആ നടപടികൾ പൂർത്തിയാക്കൽ മാത്രമേ, വേറെ വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന സാധനമല്ലേ സൗര, 10 കിലോ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന സൗകര്യമല്ലേ, അതിലെന്തെങ്കിലും മാറ്റം വരുത്തിയോ? അല്ല, റൈസ് എന്നുള്ള അത് തിരിച്ചറിയണ്ടേ? അതേ അരിയാണെന്ന് ആളുകൾ അറിഞ്ഞു പോയാൽ പിന്നെ ആളുകൾ ഇതിന് താല്പര്യം വരുമോ? അത് റേഷൻ കടയിലൂടെ കൊടുക്കുന്ന അരിയാണ്. ആ റേഷൻ കടയിൽ കൊടുക്കുന്ന അരിയിൽ വരുന്ന സ്റ്റോക്കിൽ മിച്ചം വരുമ്പോൾ ലേലം ചെയ്ത് കൊടുക്കുന്നതാണ് എന്നെല്ലാം കേന്ദ്ര ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ അരിയും നമ്മൾ കൊടുക്കുന്നത് കേരള റൈസ് എന്നുള്ള കേരളീയൻ്റെ ഭക്ഷണത്തിൻ്റെ അരിയാണ്. രണ്ട് വ്യത്യാസമുണ്ട്.
ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ അങ്ങനെ ഒരു ബ്രാൻഡ് കൊടുക്കുന്നത് ശബരി ഉൽപ്പന്നങ്ങൾ പലതും എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആളുകൾ എല്ലാം ഒന്നെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് തിരിച്ചറിയാൻ വേണ്ടി ഒരു പേര് കൊടുത്തത്. അല്ലല്ല, ആദ്യഘട്ടത്തിൽ ഒരു പബ്ലിസിറ്റി കൂടെ വേണമല്ലോ. സഞ്ചിയിൽ നമ്മൾ സഞ്ചി പ്രിന്റ് ചെയ്ത് കൊടുക്കണ്ടേ? കെ റൈസ് എന്നുള്ള ആ എംബ്ലം കൂടെ ചേർത്ത് പ്രിന്റ് ചെയ്ത് കൊടുക്കണമല്ലോ. ഇലക്ഷനൊന്നുമല്ല, കുറച്ച് കഴിയുമ്പം പഴയ രീതിയിലേക്ക് ആകാം. അല്ലെ, ഈ തുണിസഞ്ചി ഇതിന്റെ മറവിൽ വാരി കൂട്ടാൻ പോകുന്നു, വാങ്ങിക്കാൻ പോകണമെന്നുള്ള പ്രചരണത്തിലേക്ക് പോകരുതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. അത് നമ്മുടെ നമ്മുടെ സ്ഥാപനത്തിൽ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള അവസരമുണ്ടോ? ഞാൻ പറഞ്ഞതല്ല, അത് എല്ലാ സ്ഥാപനങ്ങളിലും ചില ചില നിയന്ത്രണം. എന്നാൽ എല്ലാ മാധ്യമങ്ങൾക്ക് ഏത് സപ്ലൈകോ ഔട്ട്ലെറ്റിലും കയറാൻ പോകാനും എടുക്കാനും കഴിയുന്ന അവസരം നമ്മൾ നൽകുകയല്ലേ? ഇനിയും നൽകും, അതും തടസ്സമൊന്നുമില്ല. പക്ഷേ ചില നിയന്ത്രണങ്ങൾ വന്നില്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ ഒരുപാടുണ്ട്. ഏതൊരാളും കയറി എന്തും കാണിച്ച് പ്രചരിപ്പിക്കുന്ന അവസ്ഥ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ കണ്ടതെന്ന് പറഞ്ഞാൽ വയനാടുള്ള ഒരു ഔട്ട്ലെറ്റാണ്, നിറച്ച് സാധനം ഇരിക്കുക. പക്ഷേ ആ പടം കാണിച്ചിട്ട് എന്തൊക്കെ അനാവശ്യമായി പറയണമെന്നറിയാമോ? അപ്പോൾ അതുകൊണ്ട് അവർ മാനേജ്മെൻ്റ് ഒരു ഒരു നിയന്ത്രണ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തതാണ്. എന്നാൽ മുഖ്യധാര മാധ്യമങ്ങൾ അതിനെ സംബന്ധിച്ച് എടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അവരുടെ ജസ്റ്റ് ചോദിച്ചിട്ട് എടുത്താൽ ഇത്, അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് വഴക്കിലേക്ക് വരും. അതുകൊണ്ട് പറയാം, അതുകൊണ്ടാണ് അവർ. അല്ലാതെ നമുക്ക് ഏത് സ്ഥാപനത്തിനും അത്യാവശ്യം വേണ്ടുന്ന ചില ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടാവില്ല, അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെ പത്രക്കാരെ എല്ലാം ഒഴിവാക്കണമെന്നും പത്രക്കാരെ അന്യമായ അതൊന്നും അങ്ങനെ ഒരു ചിന്ത ഞങ്ങൾക്കാർക്കും ഇല്ലല്ലോ. നിങ്ങൾക്ക് എപ്പോഴും വേണോ പറഞ്ഞാൽ ഞാനും കൂടെ വരാം, ഒന്നിച്ചു പോവാം.